ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാം. അതുപോലെ ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് രാവിലെ ചായക്ക് കടി പച്ചരി അരച്ചിട്ടുള്ള അപ്പാണ് കേട്ടോ. ദോശ എന്ന് പറയും അത്. അപ്പോൾ അതാ ഗ്യാസൊന്നും ഇല്ല. അപ്പോൾ അടുപ്പ് തന്നെ കത്തിച്ചിട്ടുണ്ട്. ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനേക്ക് കുറച്ച് തേങ്ങയും കൂടി ചിരകിയിട്ടിട്ടാ, കുറച്ചധികം തേങ്ങ ഒക്കെ ചിരകിയിട്ടിട്ട് ദോശ ചുട്ട അടിപൊളിയാണ് ഈ കാരം. പിന്നെ നമ്മൾ ദോശക്ക് തൊട്ട് വരട്ടണ ബ്രഷ് കേടുന്നിങ്ങനെ കേട്ടോ, അതിൻ്റെ ഇതൊക്കെ പോന്നിട്ട്. അപ്പം ഞാൻ വായമെന്നൊക്കെ ഒരു ഇതെടുത്ത് തണ്ടെടുത്ത് കൊടുങ്ങാണ്ട് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ പണ്ടൊക്കെ തന്നാൽ ഈ വായൻ്റെ ഇതെടുത്തിട്ട് എല്ലാവരും തേച്ച് കൊടുത്തിരുന്നു. അപ്പോൾ പിന്നെ ബ്രഷും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ തന്നെയല്ല എല്ലാവരും എടുക്കുക. അപ്പോൾ രാവിലെ അടുപ്പ് കത്തിച്ചുണ്ടാക്കുന്ന പറഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ. ഈ അടുപ്പ് കത്തിക്കണതിന് പാടൊന്നുമില്ല, നിന്ന് കത്തിക്കണ അടുപ്പാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ കുമ്പിട്ട് നിന്നിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഗ്യാസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കൽ ഗ്യാസുമല്ല കേട്ടോ. പിന്നെയുള്ള ചോറൊക്കെ വെക്കുക എന്നല്ലാതെ വേറെയും കടികളൊക്കെ ഗ്യാസുമ്മ തന്നെയാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഗ്യാസ് കിട്ടിയിട്ടില്ല, ഇന്ന് വണ്ടി വരാമെന്നൊന്നും അറിയില്ല. പിന്നെ രാവിലെ ഭയങ്കര തിരക്കണേക്കാരം. മോനക്ക് ട്യൂഷനക്ക് പോകാനാകുമ്പോഴത്തേന് തന്നെ കടിയൊക്കെ ആക്കി റെഡിയാക്കി കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ അവളതൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്, ചായയൊക്കെ ആദ്യമൊക്കെ ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ടിട്ട് അപ്പോൾ ഇവിടെ ആകുമ്പോൾ അവിടെ ഗ്യാസിൻ്റെ അവിടെയാണ് പാത്രങ്ങളും അതുപോലെ സാധനങ്ങളൊക്കെ. അപ്പോൾ ആണ്ടും കൊണ്ടും ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇറങ്ങിയിട്ട് ഇങ്ങനെ രാവിലെ തന്നെ ഭയങ്കര പാടാണ്. അപ്പോൾ അത് എന്തായാലും വേണ്ടിയില്ല. അപ്പോൾ ഒന്നും വെറുതില്ലല്ലോ അപ്പം നമുക്ക്. അപ്പോൾ എന്ത് നമ്മൾ സഹിക്കണമല്ലേ, വീട്ടമ്മമാരാകുമ്പോൾ എന്തെല്ലാം ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. നമ്മൾ എന്നാലും ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് പച്ചരി അരച്ചത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഒക്കെ ചുടൽ കഴിഞ്ഞ്, അങ്ങനല്ലേ അതും ചുടൽ കഴിഞ്ഞ് കുറച്ചാണ്ട് ടേബിളുമ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോനക്ക്. അപ്പോൾ അതിൽ 4 ബാക്കിയുണ്ട്. അപ്പോൾ ഇന്ന് ദോശക്ക് വല്ലാത്ത രുചി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കാരണം തന്നെ അരച്ച് ചുട്ടിട്ടുള്ള ദോശയാണല്ലോ, പച്ചരി അരച്ചിട്ട് പിന്നെ അതിലേക്ക് തേങ്ങയും കൂടി ഇട്ടിട്ടല്ല. പിന്നെ ഈ അടുപ്പ് കത്തിച്ചിട്ടുണ്ടാക്കിയതുമല്ല. അപ്പോൾ അതിരിക്കും നല്ല രുചിയുണ്ട് എന്നൊക്കെ പറയട്ടോ ദോശക്ക്. മോന് പറയാം നല്ല ഇഷ്ടമായി ദോശ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് അഞ്ഞൊരു കറി ഉണ്ടാക്കണം എളുപ്പം. അപ്പോൾ ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞ അടുപ്പത്ത് ഞാൻ ചോറിനാണ്ട് വെള്ളം വെച്ച് കൊടുത്തിരിക്കണം. ഏതായാലും നല്ല കത്തുണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ചോറൊക്കെ ഉണ്ട് റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചോറിന് വെച്ചിരിക്കണേ. മറ്റേ അടുപ്പത്ത് കറിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ദോശയ്ക്ക് എന്താ കറി വേണമെന്നുണ്ടെങ്കിൽ കറി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കറിക്കാണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയ്ക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ പെരിഞ്ജീരകം മാന്തലാണ് കറി വയ്ക്കുന്നത്. പെരിഞ്ജീരകം, കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഒക്കെ ചേർത്താണ് ഉണ്ടാക്കിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് തീ കത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചപ്പോൾ അരിയൊക്കെ കണ്ട് എളുപ്പം തീമിട്ട് എടുത്തിക്കണം കേട്ടോ. അപ്പോൾ എന്താ തേങ്ങ ഒക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി തക്കാളിയും പച്ചമുളകും ഒന്ന് വെച്ചുകൊണ്ട് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തത് ഇന്ന് അതിക്ക് ഈ അരപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് തന്നെ അതിക്ക് മീനിട്ട് കൊടുക്കട്ടെ. അപ്പോൾ മാന്തളായ കാരണം തന്നെ പെട്ടെന്ന് തന്നെ വേവുമല്ലോ. അപ്പോൾ അരപ്പൊക്കെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ചോറും പെട്ടെന്ന് റെഡി ആവട്ടോ. അങ്ങനെ ആകുമ്പോൾ വേവില്ലാത്ത അരി തന്നെയാണ്. അപ്പോൾ ഞാൻ എളുപ്പത്തിൽ അതന്നെ വെച്ച് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ചെറിയവനക്ക് കറിയൊന്നും ഇല്ലെങ്കിലും ദോശയ്ക്ക് തേങ്ങ ഒക്കെ ഇട്ടുകാണ്ട് ആ കല്ലുമന്തിരത്തിലുള്ള നല്ല ചൂടുള്ള ദോശ കിട്ടിയാലും മതി. അപ്പോൾ കട്ടൻ ചായൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ എൻ്റെ മൂത്തവനക്കാണെങ്കിലോ കറി വേണം. അവൻ ഏതായാലും കറി ഉണ്ട് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ കാക്കും മോനക്കൊക്കെ കറി ഇഷ്ടമാണ്. കറി ഇല്ലാതെ അങ്ങനെ അപ്പൊന്നും കഴിക്കൂല. അപ്പോൾ ഏതായാലും വേറെ കറിയൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ ഈ കറി ഉണ്ടാക്കൽ കഴിഞ്ഞാൽ പിന്നെ ചോറുക്കും ഇത് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അവനക്ക് ചോറ് കൊണ്ടുപോകാനും അതിനും വേണ്ടിയിട്ട് അതിന് എളുപ്പം അടുപ്പത്ത് കൊണ്ട് വെച്ച് കൊടുത്തുകയാണ്. അപ്പോൾ അതാ കറി നല്ല രുചി ഉണ്ടായിരുന്നു. അപ്പോൾ അധികം ഞാൻ വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഈ മാന്തൾ നല്ല പുതിയ മാന്തളായിരുന്നു. ഇന്നലെ രാത്രി മീൻ കൊടുത്തപ്പോൾ ഞാനത് നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഇനിയൊക്കെ കൂടെ ആകെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ പുറത്ത് നമ്മൾ ഈ കിടന്ന് കത്തിക്കലും പിന്നെ ഈ കൂടെ മീൻ മുറിക്കലും ഒക്കെ കൂടെ നടക്കൂല. അപ്പോൾ ഞാൻ രാത്രിയിൽ തന്നെ ഒരുവിധം എന്തെങ്കിലുമൊക്കെ കണ്ട് തീർത്ത് വെക്കലുണ്ട്. രാവിലെ ഇതുപോലെ എളുപ്പം പണി എടുക്കണം എന്നുണ്ടെങ്കിൽ ചെയ്തെല്ലാം നിവർത്തില്ല. അപ്പോൾ അതാ രാത്രി നന്നാക്കി വെച്ചുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു. പുതിയ മാന്തളാണ്, അതുകൊണ്ട് കറി നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മീനൊക്കെ മീൻ അധികം കറി തിളച്ചതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടി തിളച്ചിട്ടാണോ ഒരു 2 തിള തിളച്ചാൽ തന്നെ നമ്മൾ മാന്തൽ വേവുമല്ലോ. പിന്നെ കൂടുതൽ വന്നിട്ടുണ്ടെങ്കിലൊക്കെ ഉണ്ട് പൊടിഞ്ഞ് കലങ്ങി പോവുകയും ചെയ്യും. പിന്നെ ഒന്ന് തിള വന്നതിൻ്റെ ശേഷം ഞാൻ അയക്കതാ കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ചെറുതായിട്ടൊരു തിള വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്നും കൂടി ഞാൻ ഇളക്കിയിട്ട് മൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു തിളയും കൂടി തിളച്ചിങ്ങാണ്ടാണ്ട് ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അപ്പം എനിക്ക് അവിടുന്ന് ചോദിച്ചാൽ ദോശക്ക് കറി അയക്കണ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, കറി ആവാൻ കാത്തുനിന്നിട്ട്. അപ്പോൾ അത് ഞാൻ ഏതൊരു പാത്രത്തിൽ എടുത്തുകൊണ്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ കറി നല്ല രുചിയുണ്ട് എന്നൊക്കെ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ടോ താളിപ്പ് ഒഴിച്ചിട്ടോ ഒന്നുമില്ല, അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൊരു കറിയാണ്, ഇതാണോ രസം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞിട്ട് ഇതിന് എന്താണെന്നറിയില്ല, ഭയങ്കര രുചി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനും കൂട്ടി നോക്കുമ്പോൾ നല്ല രുചി കേട്ടോ. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് നമ്മൾ മല്ലിയൊന്നും കൂട്ടില്ലല്ലോ, മല്ലിപ്പൊടിയൊന്നും കൂട്ടില്ലല്ലോ, മുളകും മഞ്ഞളും മാത്രമായിട്ട് അരക്കുള്ളൂ. അതിന് കുറച്ച് വലിയ ജീരകവും ചെറിയ ഉള്ളി അതുപോലെ വെളുത്തുള്ളി കറിവേപ്പില അങ്ങനെയുള്ളതൊക്കെ ചേർക്കുക എന്നല്ലാതെ ഈ മാന്തളിൽ അങ്ങനെയായിട്ട് ഞാൻ ചെയ്യൽ. ഇനി മല്ലിപ്പൊടി എല്ലാവരും ചേർക്കേണ്ടതെന്നൊന്നും അറിയില്ല. അപ്പം ഞാനും ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ അങ്ങനെ ഈ കാൽ ചായ കുടിക്കണ ഒരു പണിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുടിക്കാമെന്ന് വിചാരിച്ച്. ചിലപ്പം ദോശ ചുടുന്ന സമയത്ത് തന്നെ ഒരു ദോശയൊക്കെ തിന്നു, പച്ചവെള്ളമൊക്കെ കുടിക്കുള്ളൂ. രാവിലെ നീച്ചേക്ക് ചായ കുടിക്കണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ചോറ് കണ്ട് വെന്തിട്ട് ഊറ്റി വെച്ചിക്കാണ്ടാണ് പിന്നെ ഇതുണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു കഷ്ണം പൂള ഉണ്ടായിരുന്നു, അപ്പോൾ അതിക്ക് താളിട്ട് കാണ്ട് കൂട്ടാണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ചോറിന് ഞാൻ വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ചായ കുടിച്ച് വന്ന് അപ്പോൾ ഇതിന് ചോറ് വെന്തിട്ടോ. അപ്പോൾ വെന്ത് ഒക്കെ ഊറ്റി റെഡിയാക്കി വെച്ച് പിന്നെ ഞാൻ മീൻ ഒന്ന് ഇങ്ങോട്ട് ചട്ടിക്ക് വെച്ച് കൊടുത്തിരിക്കുകയാണ്. ആ വെള്ളം ഒഴിക്കാതെ തന്നെ കായൊക്കെ തേച്ചിക്കാണ്ട് നല്ല ചൂടടുപ്പത്തിരുന്നാലും അങ്ങോട്ട് മൊരിഞ്ഞ പോലെ ഉണ്ടാവുമല്ലോ, അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് മാന്തള തന്നെ. പിന്നെ ഈ കൂട്ടാനും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അപ്പം എൻ്റെ മോളുണ്ടില്ല തേങ്ങ പൊളിക്കണം, ഇതെടുത്ത് ഇങ്ങനെ നടക്കട്ടെ. തേങ്ങ പൊളിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കാനാണ്. അപ്പോൾ തേങ്ങ പൊളിച്ചാട്ട് വെള്ളം കുടിക്കാനാണ് തന്നെ നടക്കുകയാണ്. രാവിലെ നീച്ചാൽ ചായയും കടിയൊന്നും വേണ്ട, ഇങ്ങനെ നടക്കൂട്ടോ. അപ്പോൾ അത് തരാൻ വിളിച്ചാലും വരില്ല, ഒന്നിനും ആവശ്യം ഉണ്ടാവില്ല, ഇങ്ങനെ നടക്കും. അപ്പോൾ തേങ്ങേൻ്റെ വെള്ളത്തിനാണ് ഇപ്പോൾ പൂതി. അപ്പോൾ ഞാൻ എടുത്തുവെച്ച പോൾക്ക് മനസ്സിലായിക്കണം തേങ്ങ പൊളിക്കാനാണെന്നുള്ളത്. അപ്പോൾ അത് തേങ്ങ പൊളിച്ചാട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തേങ്ങ പൊളിക്കണ കോലും അവിടെ തന്നെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ നടക്കണം. അപ്പോൾ ഞാൻ പറയാം അതാണ്ട് എടുത്തേക്ക് തടഞ്ഞു പോകും, പൊളിക്കുമ്പോൾ തരണ്ടേന്നൊക്കെ അവളോട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ സ്റ്റെപ്പ് കണ്ടില്ല, ഇതിങ്ങനെ ആണ്ടും കൊണ്ടും ഇങ്ങനെ കയറി ഇറങ്ങാനാണ് കേട്ടോ ഭയങ്കര പാട്. അപ്പോൾ ഞാൻ പൂളയും അതുപോലെ ഈ താളൊക്കെ അവിടെ പോയിട്ട് കഴുകിയിട്ടാ, ചേമ്പന്തണ്ട് എന്ന് പറയും, താളെന്നും പറയില്ലേ. അപ്പോൾ അതൊക്കെ അവിടെ പോയി കഴുകി വന്നിട്ട് പൂളൊക്കെ നുറുക്കിയിട്ടിട്ട് അപ്പോൾ രാവിലെ ചായ കാച്ചി ചെറിയ കുടുക്കണ്ടല്ലോ ഇത് തന്നെയാട്ടോ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുക്കറിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒരു വിസിൽ 2 വിസിൽ അടിച്ചാൽ റെഡി ആവുമല്ലോ അല്ലേ. കുടുക്കലും നല്ല ഉഷാറായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തണ്ട് നുറുക്കിയത് കുറച്ച് ഇങ്ങോട്ട് ഇതിൽ അരിപ്പ പാത്രത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് വാടിയാൽ താന്ന് പോവും, അപ്പോൾ അത് ഇട്ട് കൊടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് വേണ്ട പാകത്തിനുള്ള ഉപ്പും ഇട്ടിക്കണേ. ഒരു ഗ്ലാസ് 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടി പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോൾ തീയൊക്കെ കണ്ടില്ല കെട്ടാറിയിട്ട് ഒഴിക്കണം കേട്ടോ. അപ്പോൾ തീയൊക്കെ ഞാൻ ഒന്നും കണ്ട് കൊള്ളിയൊക്കെ എടുത്ത് വെച്ചതായിരുന്നു. പിന്നെ ഉള്ള കണലെല്ലാം അങ്ങനെ കിടന്നിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഊറ്റിയെടുത്ത് അതിൽ ചോറൊക്കെ പൊരിപ്പിച്ച് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ഇത് റെഡിയാവുന്ന സമയത്ത് കത്തിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതിന് കൂട്ടാനുള്ളതാവണ്ടേ. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതൊന്നും ഇങ്ങോട്ട് താന്നതിന് ശേഷം ഇതിലേക്കുള്ള ബാക്കിയുള്ള താളും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ അടുപ്പ് കത്തിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടായി കയറലും ഇറങ്ങലുമാണ് കേട്ടോ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പാത്രങ്ങൾ എടുക്കണമെങ്കിൽ എന്തിനാണെങ്കിലും ആണ്ടും കൊണ്ടും കയറി പോകണം. അപ്പോൾ നമ്മൾ ഈ മിക്സിൻ്റെ ജാറുണ്ടല്ലോ 3ാമത്തെ പ്രാവശ്യമായിട്ട് അരക്കണത്. അപ്പോൾ സോപ്പിട്ട് കഴുകലോ ഒന്നും അപ്പോൾ ചെയ്തിട്ടില്ല. അതിൽ പച്ചരി അരച്ച് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ സൈഡിലൊക്കെ ചുഴറ്റിയിട്ടുണ്ടായിരുന്നു, ഒന്നും പോയിട്ടില്ല. പിന്നെ കറിക്കുള്ള തേങ്ങ അരച്ച് അപ്പോൾ ഇതിലേക്ക് ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ചേർത്തിട്ടാണ് ഇതിലേക്ക് അരച്ചിട്ടുള്ളത്. അപ്പം കൂട്ടാനൊക്കെ ഉഷാറായിട്ടുണ്ട്, വെന്തിട്ടുണ്ട് കേട്ടോ. പൂളൊക്കെ പെട്ടെന്ന് തന്നെ വെന്തിക്കണം കേട്ടോ. അപ്പോൾ ഈ താളും പോലെ ഉണ്ടില്ല വാടിയപ്പോൾ അടിയേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാനായി ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കാണുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടുകൊടുത്തപ്പോൾ കൊടുക്കുന്ന അരച്ചുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഇങ്ങനെ കുടിക്കുക പോലെ ഞാൻ രാവിലെ ചായ ഉണ്ടാക്കിയിട്ട് പിന്നെ തേച്ച് മൂറിയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അടുപ്പത്ത് വെക്കാനുള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഈ അടുപ്പ് കറിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു പണി എന്താണെന്നറിയാം, തേച്ച് മോറലാണ്. നല്ല കരിയുണ്ട് കുടിക്കും. അപ്പോൾ ഇങ്ങനെ തേച്ച് അരച്ച് കഴുകണം. പിന്നെ ഈ ഗ്യാസുമ്പോൾ വെക്കുക എന്ന് പറഞ്ഞാൽ ഈ കുക്കറിലും പിന്നെ രാവിലത്തെ ചായയും കടിയൊക്കെ ആയിട്ട് ഏറെ ഉണ്ടാക്കലുള്ളൂ. പിന്നെ ചോറും ഇതൊക്കെ നമ്മൾ അടുപ്പത്ത് തന്നെയാണ് കത്തിക്കൽ. അപ്പോൾ അടുപ്പ് ഇതുപോലത്തെ അടുപ്പായാലുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. എന്നാലും അടുപ്പിലൊക്കെ നല്ല ചൂടുണ്ട്, ഉണ്ടാക്കിയ കഴിക്കാനൊക്കെ നല്ല രുചിയാണ്. ഇതിനോടൊപ്പം ചൂടൊക്കെ കയറിയിട്ട് ഉഷാറായി കിട്ടുകയൊക്കെ ചെയ്യും.
പക്ഷെ ഇവിടെ ഇങ്ങനെ കുമ്പിട്ട് നിന്നിട്ട് ഇങ്ങനെ ചെയ്യാനൊക്കെ നല്ല റിസ്ക്കാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയിട്ട് അതിലേക്ക് തേങ്ങ ഒക്കെ അരച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അപ്പോൾ ഇന്നത്തെ കൂട്ടാനില്ലാട്ടോ. അപ്പോൾ കറി ഉണ്ടാക്കൽ ഞാൻ രാവിലെ കഴിഞ്ഞതുകൊണ്ട് അപ്പോൾ അതിലേക്കുള്ള ചോറുക്കുള്ള കറിയും കടിക്കുള്ള കറിയും കൂടി ആക്കിയിട്ട് അതാണ്ടാക്കി. അതിൻ്റെ കൂട്ടാനും ഉണ്ട്, പിന്നെ മീനും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാതെ ആരും പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ടെങ്കിലും ആരും ലൈക്ക് ചെയ്യണില്ല. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അതിൽ പിസ്കത്തിനും കാണിക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.